Hello guys, I am Zakir. This is day one of how I started my life in Dubai. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ എങ്ങനെ ദുബായിലോട്ട് വന്നു, എങ്ങനെ ജോബ് സെർച്ച് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ ഒരു സീരീസ് പോലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മെസ്സേജസ് വരുന്നത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് കമ്മിങ് വീഡിയോസിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ആം ആൻ എക്സ് ഇൻഡിഗോ സ്റ്റാഫ്. ഇൻഡിഗോയിൽ നിന്ന് എന്തുകൊണ്ട് റിസൈൻ ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻസ് കുറേ കണ്ടു. അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇൻഡിഗോയിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറേ ദിവസം നാട്ടിൽ നിന്നില്ല. പെട്ടെന്ന് തന്നെ വേറൊരു ജോലിയിൽ കയറണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ 2 months വിസിറ്റ് വിസ എടുത്ത് ദുബൈയിലോട്ട് വരാൻ പ്ലാൻ ചെയ്തു. ഫെബ്രുവരിയിലായിരുന്നു. റമദാനൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് ഹയറിംഗ് ഒക്കെ കുറവായിരിക്കുമെന്ന് കുറെ പേര് പറഞ്ഞായിരുന്നു. എന്തായാലും നാട്ടിൽ നിന്ന് വെറുതെ സമയം കളയണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കയറി വന്നു. എന്റെ ഒരു കസിൻ ബ്രദറിന്റെ അടുത്തായിരുന്നു ആദ്യം മുതലേ സ്റ്റേ ചെയ്തത്. എല്ലാരും പോലെ തന്നെ ബെഡ് സ്പേസ് തന്നെയായിരുന്നു. പക്ഷെ കൂടുതലും ബ്രദറിന്റെ ഫ്രണ്ട്സും നാട്ടിൽ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടും വേറെ ആൾക്കാരുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ എല്ലാരും പോലെ ലിങ്ക്ഡ്ഇൻ, നോക്കറി ഗൾഫ്, ഇൻഡീഡ് പോലത്തെ ജോബ് ഹണ്ടിങ് ആപ്പിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ജോബ് ഹണ്ടിങ് തുടങ്ങി. അപ്പൊ നിങ്ങൾ UAE-ലോട്ട് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ നാട്ടിൽ തന്നെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ജോബ് ഹണ്ടിങ് തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ കുറെ പേര് പറഞ്ഞതുപോലെ തന്നെ റമദാൻ ആയതുകൊണ്ട് റെസ്പോൺസ് ഒക്കെ തീരെ കുറവായിരുന്നു. സ്റ്റാർട്ടിംഗിൽ എനിക്ക് ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ പിന്നെ കുറച്ച് വെർച്വൽ ഇന്റർവ്യൂസ് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ ഇന്റർവ്യൂസിനൊക്കെ പോകാൻ ഇന്നത്തെ പോലെ ക്ലൈമറ്റിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ അതേപോലെ തന്നെ UAE-ലെ റമദാൻ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്റെ റൂമിന്റെ അടുത്ത് തന്നെയായിരുന്നു നാട്ടിലെ ഫ്രണ്ട്സിന്റെ റൂം. 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദുബൈയിലോട്ട് വന്നവരാണ് അവരൊക്കെ. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം അവരൊന്നിച്ച് കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ബാക്കി അടുത്ത വീഡിയോ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.